ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സിദ്ദീസ് ഫുഡ് ബുക്കിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ടീ ടൈം സ്നാക്ക് റെസിപ്പിയാണ്, റവ പക്കോട. എങ്ങനെയാ ചെയ്യാന്നുള്ളത് നോക്കാം. അതിനായിട്ട് ആദ്യം 1 കപ്പ് റവ, അതിലേക്ക് 2 കപ്പ് ചൂടുവെള്ളം. പ്രത്യേകം ശ്രദ്ധിക്കുക, 1 കപ്പ് റവയ്ക്ക് 2 കപ്പ് ചൂടുവെള്ളം ഉപയോഗിച്ച് നല്ലപോലെ കട്ടയൊന്നുമില്ലാതെ മിക്സ് ചെയ്തെടുക്കുക. ചൂടുവെള്ളം ഒഴിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എല്ലാം കൂടെ ഒരുമിച്ച് ഒഴിക്കാതെ കുറച്ചായി ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നല്ലപോലെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് ഒരു 10 മിനിറ്റ് അടച്ചു വെക്കുക. അതിനുശേഷം അതിലേക്ക് ഇൻഗ്രീഡിയൻസ് എല്ലാം ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ 10 മിനിറ്റിന് ശേഷം ഈ ബാറ്റർ നല്ലപോലെ കൈ ഉപയോഗിച്ച് കട്ടയൊന്നുമില്ലാതെ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം. ഒരു സ്മൂത്ത് ടെക്സ്ചർ വരും, അതുവരെ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നല്ലപോലെ സ്മൂത്ത് ആയിട്ടുണ്ട് ബാറ്റർ. ഇതിലേക്ക് ഇനി ഒരു ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ളത് ആഡ് ചെയ്ത് കൊടുക്കാം. 2-3 പച്ചമുളക് നമ്മളുടെ എരിവിനനുസരിച്ച്. ഇതിലേക്ക് 1/4 കപ്പ് മല്ലിയില. മല്ലിയില ഓപ്ഷണലാണ്, ഉണ്ടെങ്കിൽ നല്ലത്. 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡർ, 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഉപ്പ് ആവശ്യത്തിന്. ഇപ്പോൾ ഇതെല്ലാം കൂടെ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം. ഇതിപ്പോൾ നല്ലപോലെ മിക്സ് ചെയ്ത് കുറച്ച് ഹാർഡായിട്ടുള്ള ബാറ്ററായിട്ട് വരും. അതിലേക്ക് 2-3 ടേബിൾ സ്പൂൺ നമ്മുടെ നോർമൽ വാട്ടർ തന്നെ ആഡ് ചെയ്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ കുറച്ചുകൂടെ സ്മൂത്ത് ആവും. ഒരുപാട് വെള്ളം ഉപയോഗിക്കരുത്, അപ്പോൾ ലൂസായി പോവും. അപ്പോൾ നമുക്ക് പക്കോട ഉണ്ടാക്കാൻ ശരിയാവില്ല. ഇനി ഇത് നമുക്ക് ചൂട് എണ്ണയിലേക്ക് ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരു കടായിലേക്ക് എണ്ണ വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഓണിയൻ പക്കോടയൊക്കെ ഇടുന്നത് പോലെ തന്നെ ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവും. നമ്മുടെ പക്കോട ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. നല്ല ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ പക്കോട റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്ക്സ് അറിയിക്കണം, കമൻറ്റ് സെക്ഷനിൽ മെൻഷൻ ചെയ്യണം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സിദ്ദീസ് ഫുഡ് ബുക്ക് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്